സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ 66ാമത്തെ പിറന്നാളിന് ഞങ്ങൾ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ഈ ഒരു സിനിമ ദൃശ്യം 3. നൗ ഈ ക്രോർ ക്ലബിൽ കയറുമെന്ന് വാഴ 2യുടെ ആ ഒരു ഗ്രോസ് കളക്ഷൻ തകർക്കും എന്നുള്ളൊക്കെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ, കോൺസെൻട്രേഷൻ പോകുന്ന അതിലേക്കല്ല. വാട്ട് ഈസ് ദ സ്റ്റോറി, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇനി ഇതിനൊരു 4th പാർട്ടൊക്കെ ഉണ്ടാവുമോ? ജിത്തു ജോസഫ് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം വേറെ ഒരു പടം, ഒരു സീക്വൽ ഇനി ഉണ്ടാവാൻ പോണില്ല. ഇത് ട്രിലോജിയിലെ ഏറ്റവും അവസാനത്തെ സിനിമ, ഇനി വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. സോ ഒരു പ്രോപ്പർ എൻഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ആൻഡ് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പടം, ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാം: മാസ്മരികം, ബ്രില്യൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്. എങ്ങനെ ഇത് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയെടുത്ത് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും കാലയളവിൽ ഇതിനേക്കാളും ഇഷ്ടംപോലെ സീക്വൽസ് ഇറങ്ങിയ സിനിമകളുണ്ട്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, എനിക്ക് തോന്നിയ ഒരു കാര്യം, പല സിനിമകളും മോളിവുഡിലായാലും ബോളിവുഡിലായാലും സീക്വൽസ് എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഭയങ്കര ബോറാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി പുഷ്പ 2 ഒക്കെ ഇറങ്ങിയപ്പോൾ എന്ത് ഭയങ്കര ബോറായിരുന്നു അറിയൂ. നമ്മുടെ മലയാളത്തിലും ഉണ്ട്, മറന്നുപോയല്ലോ, ഇൻസ്പെക്ടർ ബലറാം വേഴ്സസ് ആ ഒരു സിനിമകളൊക്കെ, അതിൻ്റെയൊക്കെ സീക്വൽസൊക്കെ ഇറങ്ങിയപ്പോൾ അതൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ദിസ് ഈസ് സംതിങ് എൽസ്. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ദൃശ്യം 1 ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ദൃശ്യം 2 ഇറക്കണം എന്നുള്ളത്. പിന്നീട് അതിൻ്റെ സക്സസ് കണ്ടപ്പോൾ ദൃശ്യം 2 ഇറക്കാമെന്ന് കരുതി. പിന്നെ അതിൻ്റെ സക്സസ് കണ്ടപ്പോൾ ദൃശ്യം 3 ഇറക്കാമെന്ന് കരുതി. ദൃശ്യം 3 എഴുതുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ, ഇനി എൻ്റെ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, ഈ ഒരു കഥ ഇവിടെ വെച്ച് ജോർജ് കുട്ടീനെ അവസാനിപ്പിക്കുകയാണ്, ദാറ്റ് ഇസ് ഇനഫ്. സിനിമ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കഥയായിട്ടാണ് വരുന്നത്. ആൻഡ് ഇത്രയും കാലം സിനിമകളിൽ എന്നുവെച്ചാൽ ഒരു കുറച്ച് കാലം മുൻപ് വരെ സിനിമകളിൽ കാണാൻ കഴിയാത്ത നമ്മുടെ ലാലേട്ടൻ കരഞ്ഞുകൊണ്ടൊക്കെ ഒരു വിതുമ്പി നിൽക്കുന്ന ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ ആസ്വദിക്കാൻ പറ്റും. ഒരു പീക്ക് ലെവൽ, നല്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പോയിലേഴ്സ് ആക്കാൻ, നിങ്ങളിത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. കഥ, ആക്ടിങ്, എവറിത്തിങ്. ആൻഡ് എന്താ പറയുക, ആ ഒരു കുടുംബം, അവരാ ഒരു ഒത്തൊരുമ കാര്യങ്ങളൊക്കെ. സോ ഇറ്റ്സ് അറ്റ് സ്പീക്ക്. ലൈക്ക് അത്രയും എന്താ പറയുക, നിങ്ങൾ കാണണം, ഇത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത ഒന്നാണ്. ആൻഡ് റിവ്യൂസൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ കണ്ട് കാണുമായിരിക്കുമല്ലോ. ലൈക്ക് എവറിബഡി ഈ സെയിം പോസിറ്റീവ്, ഒരു നെഗറ്റീവ് പോയിൻ്റ് എടുത്ത് പറയാത്തൊക്കെ ഒന്നും തന്നെ സിനിമയിലില്ല. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വളരെ യാദൃശ്ചികമായിട്ടാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഇങ്ങനത്തെ റിലീസ് വന്നത്. ദേ വർ നോട്ട് പ്ലാനിങ് ഫോർ ദിസ്, ബട്ട് എന്താ പറയുക, ഓട്ടോമാറ്റിക് അതങ്ങനെ യൂണിവേഴ്സ് അങ്ങനെ ആക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആൻഡ് ഐ വെരി ഹാപ്പി. കാരണം പേട്രിയറ്റിൽ കാണാൻ ആഗ്രഹിച്ച ആ ഒരു ക്രൗഡ് പുള്ളിങ് ഈ ഒരു സിനിമയ്ക്കാണ് കിട്ടിയത്. ലൈക്ക് പേട്രിയറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു മാസ് മാർക്കറ്റിങ് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ, പോയതാരും ശ്രദ്ധിച്ചില്ല. കഷ്ടിച്ച് 1-2 ആഴ്ച 3 ആഴ്ച കൂടി അത് അങ്ങ് പോയി. സോ ആ ഒരു ക്രൗഡ് പുള്ളിങ് അറ്റൻഷൻ സിനിമ കിട്ടുന്നത് ഈ ഒരു സിനിമയ്ക്കാണ്, ദൃശ്യം 3. സോ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ആൻഡ് ഗൈസ്, ഡോണ്ട് മിസ് ദിസ്. ഇത് അവസാനത്തെ ചാപ്റ്ററാണ്. സോ കാണാതിരിക്കരുത്. ഇത് എന്താ പറയുക, ഒരു കൾട്ട് സിനിമ തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഒരു കഥയായിട്ട്, ജോർജ് കുട്ടി. സോ ഗൈസ്, സീ യു ഇൻ തിയേറ്റേഴ്സ്. അഡിയോസ്.